നമസ്കാരം കൂട്ടുകാരെ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് തയ്യാറാക്കാൻ പോകുന്നത് തേങ്ങ വറുത്തരച്ച മീൻകറിയാണ്. മലയാളികൾക്ക് പൊതുവേ ഇഷ്ടമുള്ളൊരു കറിയാണ് ഈ വറുത്തരച്ച കറി. അപ്പോൾ അത് ചെമ്മീനാണേലും മീനാണേലും ചിക്കനാണേലും താറാവാണേലും ബീഫാണേലും ഇനി പച്ചക്കറി വറുത്തരച്ചാൽ തന്നെ ഒരു പ്രത്യേക രുചിയാണ്. അപ്പം നമുക്കിന്ന് തേങ്ങ വറുത്തരച്ച മീൻകറി എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. വറുത്തരച്ച അരപ്പുണ്ടാക്കുന്നതിന് നമ്മൾ അരമുറി തേങ്ങ പീരയാക്കി എടുത്തിട്ടുണ്ട്. അതിനകത്തേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഒരു 3 ചുവന്നുള്ളി ചെറുതാക്കി അരിഞ്ഞത്, ഒരു 2 തണ്ട് കറിവേപ്പില, 10 പാണ്ടിമുളകോ പിരിയൻമുളകോ ഏതാണെന്ന് വെച്ചെടുക്കാം. നമ്മൾ ഇപ്പോൾ പാണ്ടിമുളക് ഇങ്ങനെ എടുത്തേക്കണതുകൊണ്ട് നമ്മൾ പൊടി വറക്കുന്ന സമയത്ത് ഇതിൻ്റെ അകത്തേക്ക് പിരിയൻമുളക് ചേർത്ത് കൊടുക്കുന്നതാണ്. പിന്നെ ഇതിൻ്റെ അകത്തേക്ക് 1 ടേബിൾ സ്പൂൺ കുരുമുളക്, ഒരു 1/2 ടീസ്പൂൺ നമ്മുടെ വലിയ ജീരകം, അതായത് പെരുംജീരകം. ഇത്രയും സാധനം നമുക്ക് നല്ല ഗോൾഡൻ ബ്രൗൺ ആകണ വരെ, തേങ്ങയുടെ നിറം നല്ല ഗോൾഡൻ ബ്രൗൺ ആകണ വരെ നമുക്കൊന്ന് വറുത്തെടുക്കാം. നമ്മളൊരു ഇരുമ്പിൻ്റെ ചീനിച്ചട്ടി അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ അകത്തേക്ക് ഒരു 2 തുള്ളി വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് നമ്മൾ എടുത്തു വെച്ചിരുന്ന സാധനങ്ങൾ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. ആദ്യത്തെ ഒരു 2 മിനിറ്റ് നമുക്കൊരു ഫുൾ ഹീറ്റിലിട്ട് ഇത് വറുത്തെടുക്കാം. അതിനുശേഷം നമുക്ക് തീയുടെ ഫ്ലെയിം കുറച്ച് നമുക്ക് പതുക്കെ നമുക്ക് വറുത്തെടുക്കാവുന്നതാണ്. ആദ്യത്തെ 2 മിനിറ്റ് ഫുൾ ഫ്ലെയിമിൽ വെക്കുക. തേങ്ങ വറക്കുമ്പോൾ കൈ എടുക്കാതെ ഇളക്കി കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കണം. പ്രത്യേകിച്ച് നമ്മൾ ഫ്ലെയിം കൂട്ടി വെക്കുന്ന ആദ്യത്തെ 2 മിനിറ്റ് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. ആദ്യത്തെ 2 മിനിറ്റ് ഫുൾ ഫ്ലെയിമിൽ വെച്ചതിന് ശേഷം പിന്നെ നമുക്ക് തേങ്ങ ലോ ഫ്ലെയിമിലിട്ട് പതുക്കെ സമയമെടുത്ത് നമുക്ക് വറുത്തെടുക്കാം. ഒരു 2 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതേകൂട്ട് തന്നെ നമുക്കൊരു 2 ടീസ്പൂൺ മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. ചേർത്ത് കൊടുത്ത് നമുക്ക് ഒരു 2 മിനിറ്റ് വളരെ ചെറിയ തീയിലിട്ട് ഈ തേങ്ങ വറുത്തതിൻ്റെ കൂടെ ഇട്ടൊന്ന് വറുത്തെടുക്കാം. അപ്പോൾ പൊടികളുടെ എല്ലാം പച്ച മണം മാറി കിട്ടും. നമ്മുടെ തേങ്ങ കറക്റ്റ് പരുവത്തിന് നമുക്ക് 2 മിനിറ്റ് കൂടെ കഴിയുമ്പോൾ കിട്ടും. അപ്പോൾ നമ്മുടെ തേങ്ങയെല്ലാം നല്ലപോലെ വറുത്തെടുത്തിട്ടുണ്ട്. ഗ്യാസിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്തു. ഗ്യാസിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്താൽ ചട്ടിയിൽ ചൂട് കാണും. അതുകൊണ്ടൊരു 2 മിനിറ്റും കൂടെ നമുക്ക് ഇതേകൂട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. എന്നിട്ട് ഈ തേങ്ങ വറുത്തത് നല്ലപോലെ തണുത്തതിന് ശേഷം അരകല്ലിലോ മിക്സിയുടെ ജാറിലോ വെള്ളം ചേർക്കാതെ അരച്ചെടുക്കാവുന്നതാണ്. ഒരു മൺചട്ടി അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട്. അതിനകത്തേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായി വന്നിട്ടുണ്ട്. ആദ്യമേ തന്നെ ഇതിൻ്റെ അകത്തേക്ക് ഒരു തണ്ട് കറിവേപ്പില കൊടുക്കാം. കറിവേപ്പില ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് കുറച്ചൊരു 2 വലിയ വെളുത്തുള്ളി ചെറുതാക്കി അരിഞ്ഞത് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. കൂടെ തന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. അത് ഒരു 1 ടീസ്പൂൺ കാണും ഇഞ്ചി. ഇനി നമുക്കിതിനകത്തേക്ക് ഒരു 10 വെളുത്തുള്ളി ചെറുതാക്കി അരിഞ്ഞത് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. ഉള്ളിയൊക്കെ നന്നായിട്ട് വഴറ്റിയെടുത്തതിന് ശേഷം തേങ്ങ വറുത്തരച്ച അരപ്പ് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുത്ത് 1 മിനിറ്റ് ഒന്ന് സോട്ട് ചെയ്യാം. തേങ്ങ വറുത്തത് അരച്ച അരപ്പ് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഉള്ളിയൊക്കെ നന്നായിട്ട് വഴന്ന് വന്നതിന് ശേഷമാണ് ഈ അരപ്പ് ചേർത്ത് കൊടുത്തത്. ഈ അരപ്പ് ചേർത്ത് കൊടുത്ത വീഡിയോ എടുക്കാനായിട്ട് വിട്ടുപോയി. അപ്പോൾ അരപ്പ് ചേർത്ത് കൊടുത്തതിന് ശേഷം 1 മിനിറ്റ് ഒന്ന് സോട്ട് ചെയ്യാം. ഇനി നമുക്ക് ഇതിനകത്തേക്ക് ആ മിക്സി കഴുകിയ വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം.
ഒരു 4 കുടംപുളി, ആ കുടംപുളി കുതിർത്ത വെള്ളം. ഇനി ഇതിൻ്റെ അകത്തേക്ക് നമുക്ക് കറിക്ക് ആവശ്യമുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. പോരായ്മ ഉണ്ടെന്നുണ്ടെങ്കിൽ പിന്നീട് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഉപ്പ് ചേർത്ത് നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക. അതിനുശേഷം നമുക്ക് മൂടി വെച്ച് ഈ കറി ഒന്ന് തിളപ്പിച്ചെടുക്കാം. ഇപ്പോൾ നമ്മുടെ കറി നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തേക്ക് വെട്ടിക്കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന നമ്മുടെ മീൻ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതിനകത്തേക്ക് പച്ചവെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം. ഒരു തണ്ട് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മൂടി വെച്ച് ഒരു 5 മിനിറ്റ് മീഡിയം ടു ലോ ഫ്ലെയിമിലിട്ടൊന്ന് കുക്ക് ചെയ്യാം. അപ്പോൾ നമ്മുടെ കറി ഒന്ന് തുറന്ന് നോക്കാം. അപ്പോൾ കറിയൊക്കെ നന്നായിട്ട് തിളച്ചിട്ടുണ്ട്, മീനൊക്കെ വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് തുറന്ന് വെച്ച് വളരെ ചെറിയ ഫ്ലെയിമിൽ ഒരു 10 മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്യാം. അപ്പോൾ നമ്മുടെ കറി ചെറിയ ഫ്ലെയിമിൽ കിടന്ന് ഇങ്ങനെ സമയമെടുത്ത് പതുക്കെ തിളപ്പിച്ച് നമുക്ക് എടുക്കാം. അപ്പോൾ നല്ലൊരു വാസന വരുന്നുണ്ട് തേങ്ങ വറുത്തരച്ചതിൻ്റെ ആ കറിവേപ്പിലയുടെയൊക്കെ. അപ്പോൾ നമ്മുടെ വറുത്തരച്ച മീൻകറി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തേക്ക് ഒരു തണ്ട് കറിവേപ്പില ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ വറുത്തരച്ച കറി ആയതുകൊണ്ടും ഇത് മൺചട്ടി ആയതുകൊണ്ടും ഇനിയും ഇതിൻ്റെ ചാറ് വറ്റും. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്യാം. ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്ത് തുറന്ന് അതിൻ്റെ ഒരു ചൂട് പോണവരെ ഇങ്ങനെ അങ്ങോട്ട് വെക്കാം. അപ്പോൾ നമ്മുടെ വറുത്തരച്ച മീൻകറി റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഈ റെസിപ്പി ഒന്ന് പരീക്ഷിച്ച് നോക്കുക. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, കമൻറ്റ്, ഷെയർ എന്നിവ ചെയ്യുക. ഞങ്ങളുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും നന്ദി, നമസ്കാരം.